ഹലോ കൂട്ടുകാരെ, അപ്പോ എല്ലാരും ഞെട്ടില്ലേ? അതാണ്. അപ്പൊ ഇന്നേ സാവിത്രി അമ്മയുടെ സ്പെഷ്യലാണ്. സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയും ചിക്കൻ കറിയും, പിന്നെ ഇവിടെ നമ്മള് കച്ചമ്പർ എന്ന് പറയും, നിങ്ങൾ എന്താ പറയുക, സലാഡ് എന്ന് പറയും, സർലാസ്, പിന്നെ തന്റെ അച്ചാറ്, പപ്പടം. ഇന്നത്തെ സാവിത്രി അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. അമ്മയച്ഛനും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോവും കേട്ടോ. അപ്പോൾ അതിന് മുൻപാണെങ്കിൽ അമ്മ സ്പെഷ്യൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ ദിവസം കൊണ്ട് പറയുന്നു ബിരിയാണി വെക്കണം. ഇന്നലെ അച്ഛനും അമ്മയും കൂടെ പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഇന്ന് രാവിലെ അമ്മ തയ്യാറാക്കിയതാ. എങ്ങനെയുണ്ട് ഡോറ കഴിച്ചിട്ട്? അതെന്താ കഴിക്കാന്? എന്നിട്ട് കുറച്ചു മുമ്പ് കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. കശുവണ്ടി പരിപ്പ് കഴിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നോ? എന്താ ഗബ്രുച്ചിന് വേണോ? പ്രിൻസി ഇരിപ്പുണ്ട്, സോമനച്ഛൻ ഇരുന്നു. സത്യം, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാരും കൂടെ ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഈ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാ എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പുതിയ വീട് ഉണ്ടാക്കിയതിന് ശേഷവും ആദ്യമായിട്ടാ. ഭയങ്കര വിറ്റായിരുന്നു ഇപ്പൊ കേട്ടോ. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടിട്ട് എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ 2 തവണ ഇവിടെ ചുഴലിക്കാറ്റടിച്ച്, യോ ഞങ്ങളുടെ നമ്മുടെ പ്ലാവ് ചരിഞ്ഞ് കാറ്റടിച്ചിട്ട് പ്ലാവ് ചരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ ആ കോഴി ഷെഡിന്റെ ഷീറ്റ് എല്ലാം പറന്നുപോയി. ഞങ്ങക്ക് പേടിയെന്ന് വെച്ചാല് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കും, എങ്ങാനും പറക്കും. ഇത് മൊത്തം ഇച്ചാനാണ് വെൽഡ് ചെയ്തേ. നമ്മുടെ പുതിയ വർക്ക് ഏരിയയുടെ ഇച്ചാന്റെ കൂട്ടുകാരൻ ഷെമീർക്ക ചെയ്തത്. എന്നിട്ട് പിന്നെ പറയാ അത് ഷെമീർ ചെയ്തുകൊണ്ട് അത് പോകുവാണെങ്കിൽ മാത്രമേ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഞാനല്ലേ ആദ്യമായിട്ട് ചെയ്ത വർക്കാണ്. നമുക്കിതൊന്നും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് പേടി വരുമല്ലോ, എങ്ങാനും പറക്കുവോ പോകുവോ. അവിടെയായിരുന്നു കേട്ടോ. അമ്മയച്ഛനും പറയാ നമുക്ക് അപ്പുറത്തോട്ട് ഇവിടെ വന്നപ്പോ ഞാൻ ഇത് പറയുന്ന കേക്കുന്നത്. ഇരിക്കും, കുറെ നേരം കൊണ്ട് ഭർത്താവ് വിളിക്കുന്ന കേട്ടില്ലേ? ഞാൻ കൊടുത്തോളാം. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. കുഞ്ഞിനെ കൈമാറോ ഫാദറിന്റെ അങ്ങനെ കാണണേ അങ്ങോട്ട് ഇരിക്കും. കുറച്ചു നേരം കൊണ്ട് വിശക്കുന്നെന്ന് പറഞ്ഞ ആളാ. ഇരിക്കവിടെ. ഓ ഡോറയുടെ തഗ്, യോ യോ. കൊള്ളാടി, കുഞ്ഞിനൊരു ഇത്രയും പോണം പീസ് കണ്ട് വേവിച്ച് വെച്ച് അത് നുള്ളി പറക്കി കഴിക്കുന്നു. കവളത്ത് ചോറ് ഇരിക്കുന്നു. അതെന്താ അച്ഛന്മാർക്ക് കഴിച്ചൂടെ? അമ്മയിലൂടെ കുഞ്ഞിലേക്ക് എങ്ങനെ? കുഞ്ഞിലേക്ക് പാല് മാത്രമേ എത്തത്തുള്ളൂ, കുഞ്ഞിന്റെ വയറ് പറയത്തില്ല. എങ്ങനെ എത്തും പറ? ഗബ്രൂച്ചേ എവിടാ? എല്ലാം കാണും. ആദ്യമായിട്ട് ഗപ്പൂസ് ഇങ്ങനെ ഇരുന്നെല്ലാം കാണുന്നേ. എനിക്ക് പീസ്, ആ പീസ് എനിക്ക് തരുമോ? തരത്തില്ല. അങ്ങനെ എനിക്ക് കിട്ടുന്നൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഞാൻ ഇതിനകത്ത് വിളമ്പ് വെച്ചാൽ ഇത് തന്നെ എല്ലാവർക്കും കിട്ടി ഗൈസ്. അമ്മ ഒരെണ്ണം കൊടുത്താ അമ്മ. കാരണം തരാം. അമ്മ എന്റെ കെട്ടിയവനും കൂടെ കൊടുക്കാമ്മ. അയ്യോ എന്നാ സ്നേഹമാണെന്ന് നോക്കിയേ. എവിടുന്ന് വന്നിപ്പോ? ഇപ്പൊ നല്ല എപ്പോഴും ഉള്ളത്. ഇപ്പൊ ഏതോ മഞ്ഞാട്ടേന്ന് ഒരുങ്ങി വന്നേ. ചിലപ്പോലെ വീഡിയോ എടുക്കും മാത്രമല്ല. എന്തോന്ന് ആൾക്കാർ നെഗറ്റീവ് ഇട്ടേക്കല്ലേ കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു, ഞങ്ങളല്ലേലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഇഷ്ടമില്ല അത്ര പോലെ ഡയറ്റ് അല്ലേ? കുറച്ച് മതി. അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിച്ച്
മടുത്ത് ഇങ്ങനെ ഇരിക്കട്ടോ. നമ്മുടെ ഗബ്രൂട്ടനും ഒക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ബിരിയാണി കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഗബ്രു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മാമ്മയുടെ ബിരിയാണി? ഇഷ്ടപ്പെട്ടാ? ആ സ്ഥാനത്ത് ഇവിടെ ഉള്ളൊരു സാധനം വെച്ചിരുന്നെങ്കിൽ പിന്നെ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതിനൊക്കെ കൈ വേണം, കൈപുണ്യം വേണം. അതൊക്കെ എനിക്കേ ഉള്ളു. എന്താ മോളെ? ആ കാണിച്ചു കണ്ടാ പറയുന്ന കേട്ടോ. അപ്പൊ അച്ഛ തെറി വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം കാണിച്ചു തന്നു. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കണ്ടാ പറയാൻ പാടുണ്ടെന്ന്. കണ്ടാ പറയാൻ പാടുള്ള വാക്കുകൾ അപ്പൊ പറഞ്ഞു. ഓ ഇവളെനിക്കൊരു വഴുതനങ്ങ ഫ്രൈ കഴിച്ചുണ്ടാക്കി തന്നു. പ്രിൻസേ വല്യമ്മയുടെ വഴുതനങ്ങ ഫ്രൈ എന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഓ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ആളാ ഈ ഇരുന്ന് പറയുന്നത്. അല്ല അതിന് ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കഴിച്ചിട്ടാണ് നിങ്ങൾ കൊടവേറെ ചടിക്ക് അല്ല അല്ല അത് ഞാൻ സ്വന്തമായിട്ട് കൈപുണ്യത്തിൽ ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചത് കൊണ്ടാ. ഇത് കണ്ടില്ലേ? കണ്ടാ? എത്ര മാസമായി? സ്കാൻ ചെയ്ത് നോക്കിയില്ല. ലാലി ലാലി ചാൻസ് ഇല്ല. തിരിച്ചാവും. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ അമ്മയുടെ ബിരിയാണി കൊണ്ടുണ്ട് എല്ലാരും പറയണം കേട്ടോ. എല്ലാരും അവരുടെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ചിട്ട് കൊറേ നാളായി. കൊറേ നാളെന്ന് വെച്ചാൽ ഒരു കൊല്ലത്തോളായില്ലേ? എനിക്കൊന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് നമ്മള് കഴിച്ചു. പെട്ടെന്ന് ആ ഒരു ചിന്ത പോയിട്ടാ. അപ്പൊ മാസങ്ങളായതേ ഉള്ളൂ, 2-3 മാസം ആയതേ ഉള്ളൂ നമ്മള് ബിരിയാണി കഴിച്ചിട്ട്. നമ്മള് ബർത്ത്ഡേയുടെ ഒന്നും വീട്ടിലുണ്ടാക്കി കഴിച്ചു. നമ്മുടെ നാസിയുടെ വാപ്പ ഷെമിയുടെ വാപ്പ ഒന്ന് നമുക്കന്ന് ബിരിയാണി വെച്ചിട്ടുണ്ട്. അന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അന്ന് ഫുള്ളും തിരക്കായതുകൊണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് കാണിച്ചായിരുന്നു. അതെ, മഴയത്തുള്ള സ്പെഷ്യൽ കേട്ടോ. ഉറങ്ങണം, അത്രേ ഉള്ളു. ആ തൃപ്തിയായി. അപ്പൊ ഇത്രേ ഉള്ളു കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്